ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. തൃത്താലയിലെ നെല്ല് സംഭരണം കഴിഞ്ഞ കർഷകർക്കുള്ള PRS 3 ദിവസത്തിനകം ലഭ്യമാകും. VT ബൽറാം MLA ആയതിനു ശേഷം വകുപ്പുതല ഉദ്യോഗസ്ഥരുമായി നടത്തിയ ആദ്യ യോഗത്തിലാണ് തീരുമാനം. സപ്ലൈകോ നൽകുന്ന പാഡി രസീതുമായി എത്തുന്ന കർഷകന് തുടർന്ന് നെൽകൃഷി ചെയ്യുന്നതിന് അനുവദിക്കുന്ന ബാങ്ക് വായ്പയാണ് PRS. തൃത്താല മണ്ഡലത്തിൽ നെല്ല് സംഭരണം പൂർത്തിയായെങ്കിലും സപ്ലൈകോ പണം നൽകാത്തതിനെ തുടർന്ന് ബാങ്കുകൾ PRS വായ്പ നിഷേധിച്ചതോടെയാണ് കർഷകർ ദുരിതത്തിലായത്. തൃത്താല മണ്ഡലത്തിൽ നേരത്തെ നെല്ല് സംഭരിച്ച മുഴുവൻ കർഷകർക്കും വരുന്ന തിങ്കളാഴ്ചയോടുകൂടി PRS ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി VT ബൽറാം MLA അറിയിച്ചു. സപ്ലൈകോ അധികൃതർ ഇത് സംബന്ധിച്ച് ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തൃത്താല നിയോജകമണ്ഡലത്തിലെ വിവിധ പാടശേഖരങ്ങളിലെ കർഷകർക്ക് അവര് നെല്ല് സംഭരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ പണം കിട്ടിയിട്ടില്ല. പലർക്കും PRS സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടിയിട്ടില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകൾക്ക് ബാങ്കുകൾ മുഖാന്തരം അവരുടെ അതിനുള്ള വില കിട്ടിയിട്ടില്ല എന്നുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞാനിത് MLA എന്ന നിലയിൽ ചുമതല ഏറ്റെടുത്തിട്ട് ആദ്യമായി വിളിക്കുന്ന ഒരു ഔദ്യോഗിക യോഗം ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ ADA മാരിയത്ത് കിബിത്തിയെയും അതോടൊപ്പം സപ്ലൈകോയുടെ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാരായിട്ടുള്ള ശ്രീ ജഗന്നാഥ്, അജി, മറ്റ് വിവിധ കൃഷിഭവനുകളിലെ AOമാര്, വിവിധ ബാങ്കുകളുടെ ഉദ്യോഗസ്ഥന്മാര്, ബാങ്കുകളുടെ പ്രതിനിധികൾ, അവരൊക്കെ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തു. വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. 2-3 കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ തീരുമാനമായിട്ടുള്ളത്. തൃത്താല നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇതുവരെ PRS കിട്ടാത്ത മുഴുവൻ ആളുകൾക്കും അടുത്ത തിങ്കളാഴ്ചയോടുകൂടി അത് നൽകാൻ വേണ്ടിയിട്ട് ഈ സപ്ലൈകോയുടെ ഉദ്യോഗസ്ഥന്മാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്യാരണ്ടിയോടെ കേരള ബാങ്കിന് കൂടുതൽ പണം അനുവദിക്കാനും അതുവഴി പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകി കർഷകരിലേക്ക് എത്രയും വേഗം തുക എത്തിക്കാനുമാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. ADA, സപ്ലൈകോ പാഡി മാർക്കറ്റിംഗ് ഓഫീസർ, വിവിധ കൃഷിഭവനുകളിലെ കൃഷി ഓഫീസർമാർ, ബാങ്ക് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.